Praise the Lord. Praise the Lord. Hallelujah. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് തന്ന ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank you, Jesus, for the wonderful opportunity that God has given in my life. Be in the midst of your. He will translate for you. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഇവിടെ ആയിരിക്കുന്ന തൻ്റെ ഭവനം, പ്രിയ സഹോദരി സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. കടന്നു വന്ന സമയം മുതൽ നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തു. We were praising and thanking God. We were having nice time. We were in the presence of the Lord. And God has given us health and everything. I mean, it's a gift of God that we are alive today. Hallelujah. Praise the Lord. Hallelujah. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ വചനം അതിൻ്റെ ക്രിയ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുവാൻ ഇടയായി തീരത്തുള്ളൂ. നമ്മൾ ഹല്ലേലൂയ പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചാൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരൊഴിഞ്ഞ പാത്രമായി കർത്താവേ ഞാനൊന്നുമില്ല, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസിനെ മറികടന്ന് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഇന്ന് പകലും ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഒഴിഞ്ഞ പാത്രമായി ഞാനിതാ കടന്നു വരികയാ. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതിന് തടസ്സമായി എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കീടങ്ങളെയും മാറ്റി എന്നെ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തിയെടുക്കണമേ. ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിന് നമ്മളിലൂടെ ഈ ദേശത്തെ വിടുവിച്ചെടുക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ടതുപോലെ മറിയ ഒരു ദൗത്യത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ദാസി ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അവൾക്കറിയാം അതിൻ്റെ അകത്ത് നിന്നയുണ്ട്, അതിൻ്റെ അകത്ത് വില കൊടുക്കേണ്ടി വരും, അതിനകത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ വേദനകളുണ്ടാകും. പക്ഷെ അവൾ ഒന്ന് മനസ്സിലാക്കി, എത്ര വെല്ലുവിളികൾ എൻ്റെ ജീവിതത്തിൽ വലുതാണെങ്കിലും ഞാൻ ഏറ്റെടുക്കുന്ന ദൗത്യം ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായൊരു ദൗത്യമാണ്. ആ തിരിച്ചറിവാണ് അവളെ കൊണ്ട് ആ ദൗത്യം ഏറ്റെടുപ്പാൻ അവളെ നിർബന്ധിതയാക്കിയത്. അതിനാവശ്യമായത് ദൈവത്തിന്റെ കൃപ മാത്രമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് നിന്റെ കൃപ മതി. ദൈവം അവൾക്ക് കൃപ കൊടുത്തു. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യം വലുതോ, പക്ഷേ ദൈവം പറയുകയാ, ഈ ദൗത്യം നിറവേറ്റുവാൻ നിങ്ങൾക്ക് എൻ്റെ കൃപ മതി. അതുകൊണ്ടാ ദൈവം ശിഷ്യന്മാരോട് യേശു പറയുകയാ, നിങ്ങൾ പുറപ്പെടരുത്, പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. മാർക്കോസിന്റെ മാളിക മുറിയിൽ അവർ വെയിറ്റ് ചെയ്തു. ആ ദൈവകൃപ, ആത്മാവിലുള്ള ദൈവകൃപ അവർ പ്രാപിച്ചു. എന്നിട്ടാണ് അവർ പുറപ്പെട്ടത്. സാക്ഷാൽ നമ്മുടെ യേശു കർത്താവും കാത്തിരുന്നു, പരീക്ഷിക്കപ്പെട്ടു, മരുഭൂമിയിൽ താൻ ജയിച്ചു, ആത്മസാന്നിധ്യത്താൽ താൻ പുറപ്പെട്ടു, ആത്മശക്തിയിൽ താൻ നിയോഗത്തോടെ പട്ടണങ്ങളിലേക്ക് കടന്നുപോയി. ഇന്ന് പകൽക്കാലവും ഈ ശബ്ദം കേൾക്കുന്ന സൂം പ്ലാറ്റ്ഫോമിലുള്ള ദൈവജനമേ, കടന്നു വന്ന നമ്മോട് ഓരോരുത്തരോടും ദൈവത്തിന് പറയാനുള്ളത്, ദൗത്യം എത്ര വലുതാണെങ്കിലും
ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നാമും ജയിക്കും, നാമും ജയിക്കും. ജയിച്ച അപ്പൻ്റെ മക്കളാ നമ്മൾ, ജയിച്ച അപ്പൻ്റെ മക്കളാ നമ്മൾ. ഈ ദൗത്യം നിറവേറ്റുവാൻ, ഈ ദേശത്തോട് വചനം പ്രസ്താവിക്കുവാൻ, ഈ ദേശത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് പുറപ്പെടാം. ദൈവത്തോട് പറയാം, ലോർഡ്, എനിക്ക് നിന്റെ കൃപ മതിയപ്പാ. ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ ശക്തിയിൽ കൃപ വെളിപ്പെടും കേട്ടോ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ നിഴലിട്ടപ്പോൾ, അത്യുന്നതന്റെ ശക്തി മറിയയുടെ മേൽ നിഴലിട്ടപ്പോൾ അവളുടെ മേലെ ദൈവകൃപ വ്യാപരിച്ചു. അവൾ സാക്ഷാൽ ലോകരക്ഷിതാവിനെ വഹിക്കുവാനിടയായി. ഹല്ലേലൂയ. നന്ദിയുള്ളവരെല്ലാം ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ പാസ്റ്റർ ജോൺ ആൻഡ് ഫാമിലി സിറക്യൂസിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ പട്ടണത്തെ കീഴ്മേൽ മറിക്കാൻ ഒരു ദൈവകൃപ ഹല്ലേലൂയ തനിക്കും കുടുംബത്തിനും ഈ ദിവസങ്ങളിൽ ദൈവം പകർന്നു കൊടുത്തിട്ടുണ്ട്. ഞാനത് ആത്മാവിൽ കാണുന്നു, ഞാനത് ആത്മാവിൽ വിശ്വസിക്കുന്നു. ഈ ദേശത്തിൻ്റെ കിഴക്കു നിന്നും തെക്കു നിന്നും പടിഞ്ഞാറ് നിന്നും ഹല്ലേലൂയ 4 ഭാഗങ്ങളിൽ നിന്നും ആത്മാക്കൾ വിടുവിക്കപ്പെടുമെന്ന് എന്നോടുകൂടെ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ദൗത്യം ഒന്ന് ഏറ്റെടുക്കാൻ ഈ കുടുംബം തയ്യാറാകുമ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ഈ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാം. ഈ ദേശം വിടുവിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽക്കാലം ഈ കുടുംബത്തിന്റെ മേൽ ദൈവം ചൊരിയേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Yes, ദൈവത്തിന്റെ കൃപ. Oh, the spirit of the Lord is moving in this morning time. Oh, sharala kashala ratala. Oh, the power of the Holy Spirit is working in this morning time. Oh, rabana sharadala rakamana baba baba ushasiya. ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ഫേവർ. യെസ്, ഈ ആലയത്തിൽ നിന്നും ഇതിന്റെ ചുറ്റുപാടുകളിലേക്ക് ഈ ആത്മാവിന്റെ സാന്നിധ്യം ചലിച്ചു തുടങ്ങുകയാ. രോഗികൾ സൗഖ്യമാകുകയാ, പീഡിതർ വിടുവിക്കപ്പെടുകയാ, അടിമത്തത്തിൽ കിടക്കുന്നവർ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു വാക്യം വായിക്കാം. അതിനു മുൻപേ ഈ കുടുംബത്തോടുള്ള നന്ദിയെ ഞാൻ കരയേറ്റുന്നു. ഹല്ലേലൂയ. ഒരു മകളെ പോലെ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തതിന് ദൈവം നിങ്ങൾക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ദൈവം അധികമായി അവർക്ക് പ്രതിഫലം കൊടുക്കും. അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അവരുടെ കുടുംബം, ദൈവം അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സിൽവിയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൂം പ്ലാറ്റ്ഫോമിലുള്ള നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പോരാടാം ദൈവരാജ്യത്തിന് വേണ്ടി. ഒരു വാക്യം വായിക്കാം. 1 John chapter 5 verse 20. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. ദൈവപുത്രൻ വന്നു എന്നു സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായി യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാമോ?
has given us understanding, so that we may know him who is true, and we are in him who is true by being in his Son Jesus Christ. He is the true God and eternal life. Amen. Thank you, മോളെ. Hallelujah. He is the true God. Hallelujah. നമ്മുടെ കർത്താവ് എങ്ങനത്തെ ദൈവമാ? True God. യെസ്, സത്യദൈവം. ഹി ഈസ് ദ ട്രൂ ഗോഡ്. സത്യദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ കർത്താവ് കള്ളം പറയത്തില്ലെന്നാ, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ മനുഷ്യരൊക്കെയും കള്ളം പറയും, പക്ഷേ നമ്മുടെ ദൈവത്തിന് കള്ളം പറയാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലവും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം വ്യാജം പറയുന്ന ദൈവമല്ല. ഹി ഈസ് ദ ട്രൂ ഗോഡ്. ഹല്ലേലൂയ. ഈ സത്യ ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിന് ഒരു മഹത്വം കൊടുത്താട്ടെ. യെസ്, ഈ സത്യ ദൈവം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പറയുന്ന വാക്കിലെ സത്യം. ആമേൻ. നമ്മോടൊരു വാക്ക് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം അതിനെ ചെയ്തിരിക്കും. നമ്മുടെ കുടുംബത്തെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലമുറകളെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ദേശത്തെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, ഈ സഭയെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ മറന്നു പോകരുത്. ആരെല്ലാം വാക്കുമാറിയാലും വാക്കുമാറാത്ത ഒരു സത്യദൈവം നമുക്കുണ്ട്. Let us give thanks and praise to the Lord. Hallelujah. പ്രിയ ദൈവമക്കളെ, ഒരു വാക്യം കൂടെ വായിക്കാം. The book of Revelations, chapter 3, verses 7 and 8. ഫിലഡൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതവണ്ണം തുറക്കുകയും ആരും തുറക്കാതവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളിച്ചെയ്യുന്നത്. മതി അങ്കിൾ, ഒരു ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാമോ? To the angel of the church in Philadelphia write, these are the words of him who is holy and true, who holds the key of David. What he opens, no one can shut, and what he shuts, no one can open. Amen. Thank you, മോളെ. ഹല്ലേലൂയ. നമുക്കിവിടെ കാണാൻ പറ്റുന്നു, ഹല്ലേലൂയ, he is holy and true. നമ്മുടെ കർത്താവ് സത്യദൈവമാണ്. ഹല്ലേലൂയ. ഇത് ഫിലദൽഫിയ സഭയ്ക്ക് എഴുതുന്ന ഒരു ദൂതാണ്. അവിടെ ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാൻ സത്യദൈവമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം സത്യദൈവമാണെങ്കിൽ പറഞ്ഞ വാക്കിൽ ദൈവത്തിൽ ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. ആര് വാക്കുമാറിയാലും ദൈവം നമ്മളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കാം, ഞാൻ ഈ ദേശത്തെ അനുഗ്രഹിക്കാം, ഞാൻ ഈ പട്ടണത്തെ അനുഗ്രഹിക്കാം, ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കാം. ഫിലദൽഫിയ സഭയോട് ദൈവം പറയുകയാ, ഞാൻ സത്യദൈവമാണ്. ദൈവമക്കളെ, സത്യദൈവം സത്യമായി ആ സഭയെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സത്യദൈവം ആ സഭയോടൊരു ദൂത് പറഞ്ഞു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന ഒരു വാതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ഈ സിറാക്യൂസ് ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുകയാ. ആരും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫിലദൽഫിയയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ ദൈവസഭയെ? ഹല്ലേലൂയ. ഫിലദൽഫിയ സഭയ്ക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഒത്തിരി വെല്ലുവിളി ഉണ്ടായിരുന്നു. ഫിലദൽഫിയ സഭയിൽ ആള് കുറവായിരുന്നു. ഫിലദൽഫിയ സഭ എന്ന് പറയുമ്പോൾ ആ ദേശത്ത് ഒത്തിരി എർത്ത് ക്യൂക്സ് വരുമായിരുന്നു, ഇന്നുമുണ്ട്. ഹല്ലേലൂയ. അവർക്ക് they had to rebuild their lives. ഹല്ലേലൂയ. എപ്പോഴൊക്കെയാണോ ഈ എർത്ത് ക്യൂക്സ് വരുന്നത്, അപ്പോഴൊക്കെ അവരുടെ ജീവിതം അവർ മാറ്റിപ്പണിയേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു.
പിന്നെ ഫിലദൽഫിയ സഭയ്ക്ക് വന്ന ഒരു പ്രശ്നം, അവരുടെ വിശ്വാസം നിലനിർത്തുവാൻ അവർ നന്നേ പണിപ്പെട്ടിരുന്നു. കാരണം ഇതൊരു മേജർ ട്രേഡ് റൂട്ടാണ്. അപ്പോൾ ഇതിന്റെ ഇവരുടെ ദേശത്തൂടെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലൂടെ അനേകം മിക്സ്ഡ് കൾച്ചറുകൾ പോകുന്നുണ്ടായിരുന്നു. വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത മോറൽ പ്രാക്ടീസസ്, അങ്ങനെയുള്ള വ്യത്യസ്ത നിലവാരങ്ങളുള്ള ജീവിത നിലവാരങ്ങളുള്ള വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ജനങ്ങൾ ഫിലദൽഫിയയിലൂടെ കടന്നു പോകുന്നത് പതിവായിരുന്നു. ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കിക്കേ, അവരുടെ വിശ്വാസം ഒന്ന് കീപ്പ് ചെയ്യുവാൻ, അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഒന്ന് ഡിക്ലെയർ ചെയ്യുവാൻ, അവരുടെ വിശ്വാസത്തെ ഒന്ന് ഫുൾഫിൽ ചെയ്യുവാൻ, അവരുടെ വിശ്വാസത്തെ ഒന്ന് ഷെയർ ചെയ്യുവാൻ ആ സമൂഹം വലിയ വില കൊടുക്കുകയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനല്ലേ? നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസം നമ്മുടെ കോളേജിൽ ഒന്ന് നിലനിർത്താൻ, നമ്മുടെ ദേശത്തൊന്ന് നിലനിർത്താൻ, നമ്മൾ ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ ഈ വിശ്വാസം ഒന്ന് നിലനിർത്താൻ, ഈ വിശ്വാസത്തെ ഒന്ന് 10 പേരോട് പറയാൻ, വ്യത്യസ്ത കൾച്ചറും സംസ്കാരങ്ങളും പ്രാക്ടീസും ജീവിത രീതികളും ജീവിത ശൈലികളും ഉള്ള ജനത്തിന്റെ നടുവിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിശ്വാസം, അതിന്റെ സത്യം ഒന്ന് വെളിപ്പെടുത്താൻ നമ്മളും നന്നേ കഷ്ടപ്പെടുകയല്ലേ? ഈ ഫിലദൽഫിയ സഭയ്ക്കും ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ സഭയോട് പറയുകയാ, സഭയെ, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ആൾബലം കുറവാണ്, നിങ്ങൾക്ക് സാമ്പത്തിക ബലം കുറവാണ്, നിങ്ങളുടെ ബിൽഡിങ്ങുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വ്യത്യസ്ത കൾച്ചറിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ സത്യമുള്ള ദൈവമാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെക്കുകയാ. സന്തോഷമുള്ളവർ ആ ദൈവത്തിനൊരു നന്ദി കൊടുത്ത് ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ സഭയ്ക്കും ലിമിറ്റേഷൻസ് ഉണ്ടാകാം, നമുക്കും ആൾബലം കുറവായിരിക്കാം, നമുക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാം. പക്ഷേ ഫിലദൽഫിയ ചെയ്തത് നമുക്കൊരു മാതൃകയാണ്. ഫിലദൽഫിയ സഭ ചെയ്തത് നമുക്ക് പിന്തുടരാൻ പറ്റിയ ഒരു മാതൃകയാണ്. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭ ചെയ്തത് എന്താണെന്നറിയാമോ? ഈ വ്യത്യസ്തമായ കൾച്ചറിന്റെ നടുവിൽ, ഈ വ്യത്യസ്തമായ വെല്ലുവിളിയുടെ നടുവിൽ, ഈ വ്യത്യസ്തമായ പ്രാക്ടീസിന്റെ നടുവിൽ, ഈ വ്യത്യസ്തമായ സംസ്കാരത്തിന്റെ നടുവിൽ, ഈ വ്യത്യസ്തമായ വിശ്വാസങ്ങൾക്കിടയിൽ ഫിലദൽഫിയ സഭ ഈ വചനം കാത്തു. They kept the word and they did not deny his name. ഹുഡമന ശംദരാദല രഗസിയ. എത്ര പേർ വിശ്വസിക്കുകയാണ്? ഓ രമന ഖൈശമന ഗസിയ. God has called us for a special purpose. Damana shamdala vigamana shaitala vigamana vaidadala udamana shedere lekadere jegade rekhalkamasiya. Yes, urabala baba baba sharadala rekadala khadiyadala dala oshamtera rekhadira laude shaidala. ദൈവസഭയെ ആത്മാവ് നമ്മളോട് ചോദിക്കുകയാ, ഈ ചലഞ്ചസിന്റെ ഇടയിൽ, ഈ ലിമിറ്റേഷൻസിന്റെ ഇടയിൽ, ഈ ഡിഫറെന്റ് സംസ്കാരങ്ങളുടെ ഇടയിൽ, ഈ വ്യത്യസ്ത വിശ്വാസങ്ങളുടെ ഇടയിൽ ഈ വചനത്തെ നിങ്ങൾക്കൊന്ന് കാക്കുവാൻ പറ്റുമോ? ഈ വചനത്തെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ദൈവം ഇന്ന് നിങ്ങൾക്കൊരു വാഗ്ദത്തം എന്നാൽ തരികയാണ്. ഇതാ, ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എന്താണ് ആ വാതിൽ? ആ വാതിൽ ദൈവരാജ്യത്തെ പ്രസിദ്ധമാക്കുവാൻ, ഈ ദേശത്ത് ദൈവരാജ്യത്തിന്റെ അതിരുകളെ വിശാലമാക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവസഭയെ വളർത്തുവാൻ ദൂത് പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പ്രിയ സർക്യൂസ് പെന്തക്കോസ്തൽ സഭയെ, ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുകയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി
വിശ്വാസത്തിന്, അത് നിങ്ങൾ പിടിച്ച വിശ്വാസത്തിന് ദൈവത്തിന്റെ ഒരു പ്രതിഫലമാണ്. ആമേൻ. ഈ ഫിലദൽഫിയ സഭയ്ക്ക് ഈ ദൈവം ഈ ഡോർ എന്തിനാ തുറന്നു കൊടുത്തേന്നറിയാം? പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷെ ഇവിടെ ഒരു സ്പിരിച്വൽ ഓപ്പണിംഗ്, ഈ ദൈവസഭയുടെ വളർച്ചയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, അവർ ചെയ്യുന്ന ദൈവപ്രവർത്തനത്തിന് വേണ്ടി ഒരു സപ്പോർട്ടിംഗ് ഡോറ ദൈവം അവിടെ തുറന്നു കൊടുത്തത്. ഇന്ന് പകൽക്കാലവും ഈ സിറാക്യൂസ് പെന്റക്കോസ്റ്റൽ സഭയോട്, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ഹല്ലേലൂയ ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയാം. ഹല്ലേലൂയ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം. ചൂടമാന ശബ്ദല ദിഗൽക്കനക ശബ്ദല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഓപ്പൺ ഡോർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങളെ ഉയർത്തി ആ പ്രാണനാഥനൊരു നന്ദി കൊടുത്തിട്ട് പറ, യെസ് ലോർഡ്, ഐ ഓൺലി നീഡ് യുവർ ഗ്രേസ്. ഹല്ലേലൂയ. ചൂടമാന ബാബാ ബാബാ ശബ്ദല ദല 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 ഹരകമന ബര ബര ധിമമന ബൗഡ ബല ബൗഷതിയ ദല ജൂഡ ബരഗദാര ജൂഡ കൗഡഗദ. ഹല്ലേലൂയ. സഭേ, ദൈവം ഫിലദൽഫിയോട് പറയുകയാ, നിങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും, നിങ്ങൾക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നിട്ടും, നിങ്ങൾക്ക് ആൾബലം കുറവായിരുന്നിട്ടും, നിങ്ങൾക്ക് കൾച്ചറൽ ചലഞ്ചസ് ഉണ്ടായിരുന്നിട്ടും, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും, നിങ്ങൾ ഈ വചനത്തോട് കോംപ്രമൈസ് ചെയ്യാഞ്ഞത് കൊണ്ട്, ഈ വചനത്തോട് കോംപ്രമൈസ് ചെയ്യാഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ എന്ന് പകലിൽ വിശ്വസിക്കുന്നു. സിറാക്യൂസ് പെന്റക്കോസ്റ്റൽ സഭയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാ. ദൈവമക്കളെ, സഭയെ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇത് ഞാൻ ആത്മാവിലൊരു ദൂതായി പറഞ്ഞത്. ഈ സഭയ്ക്ക് വേണ്ടി ഈ പട്ടണത്തിൽ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങളിലുള്ള നല്ല പ്രവൃത്തിയെ തുടർന്നവൻ അത് തൻ്റെ കാലത്ത് തികയ്ക്കുവാൻ വിശ്വസ്തൻ. ദൈവം പറഞ്ഞ വാക്ക് മാറത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾക്ക് മായം ചേർക്കാമായിരുന്നു, നിങ്ങൾക്ക് ചിലതിൽ കോംപ്രമൈസ് ചെയ്ത് നിൽക്കാമായിരുന്നു, നിങ്ങൾക്ക് ചിലതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ വേർപെട്ട് വന്നതുകൊണ്ട്, നിങ്ങൾ ഈ വചനത്തെ കീപ്പ് ചെയ്തതുകൊണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാതെ നിങ്ങൾ ബഹുമാനം കൊടുത്തത് കൊണ്ട് ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ഈ പട്ടണത്തിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. Receive it in the name of Jesus. I received in the name of Jesus. പ്രിയ ദൈവസഭേ, നിങ്ങൾക്ക് ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇതാരാ പറയുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, ആ ദൈവമാ നിങ്ങളോട് പറയുന്നതാ, നിങ്ങൾക്ക് ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലെ വരെ വാതിൽ അടച്ചവരുണ്ട്, എന്നാൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, ദൈവം തുറന്ന ഈ വാതിൽ ആരും അടയ്ക്കത്തില്ല.
ഇന്ന് പകലിൽ ആത്മാവ് ദൂത് പറയുന്നു, ദൈവം തുറന്ന ഈ വാതിൽ ആരും അടയ്ക്കത്തില്ല. അത് ദൈവത്തിൻ്റെ കൺട്രോളിലുള്ള കാര്യമാണ്. അതിനെ അടയ്ക്കാൻ ഈ ലോകത്തിൻ്റെ ഒരു വ്യക്തികൾക്കോ ഒരു സാംസ്കാരിക നായകന്മാർക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒരു ആത്മീകാചാര്യന്മാർക്കോ കഴിയാത്ത വിധത്തിൽ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദാവീദ് ഒരു റൈച്ചസ് കിങ്ഷിപ്പിനെയാ കാണിക്കുന്നത്. ഈ താക്കോൽ എന്തിനെയാ കാണിക്കുന്നത്? ആമേൻ, ഒരു അതോറിറ്റിയാ കാണിക്കുന്നത്. ഓ ശബല റകല ശംദര ലിക്കറ്റ നാരഗസിയ അതുര ജിഗൽക്കമന വൈശസിയാന്തര. ഈ താക്കോൽ ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിലാണ് അല്ലെങ്കിൽ ഒരു അധികാരം. ഒരു വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിലാണ് അധികാരം. അവരാണ് തീരുമാനിക്കുന്നത് ആര് ഈ വീട്ടിൽ ഉള്ളിൽ കയറണം, ആര് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. ഇഫ് ദാറ്റ് ഈസ് ദ കേസ്, ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ തീരുമാനിക്കും ആര് ദൈവരാജ്യത്തിൽ കയറണം. God decides the entry of the kingdom, the access and the judgment, all is been decided by the king. Hallelujah. Chudamana shamana rikamana vaidadala udalkamana vaidal proudara gachasiya dalaba rabelkamana vaidal proudara gachasiya. ആ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ നമ്മളോട് പറയുന്നു, ഞാൻ തീരുമാനിക്കും ആരിതിൻ്റെ ഉള്ളിൽ വരണം, ആരിതിൻ്റെ ഉള്ളിൽ നിന്ന് പോകണം. ദൈവം പറയുകയാ, ഫിലദൽഫിയ സഭയെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ വെല്ലുവിളി അനുഭവിച്ച സഭയാ, നിങ്ങൾ ലിമിറ്റേഷൻസ് ഉള്ള സഭയാ. പക്ഷേ ആർക്കും കൊടുക്കാത്തൊരു വാഗ്ദത്തം, ആർക്കും കൊടുക്കാത്തൊരു വാഗ്ദത്തം, ആർക്കും കൊടുക്കാത്തൊരു വാഗ്ദത്തം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുകയോ. ഇന്ന് പകലിൽ അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? The promise that I am giving to Syracuse Pentecost Church. Hallelujah. ആർക്കും കൊടുക്കാത്തൊരു വാഗ്ദത്തമാ ഫിലദൽഫിയ സഭയ്ക്ക് ദൈവം കൊടുത്തത്. ആ വാഗ്ദത്തം എന്തുവാന്നറിയാമോ? ഒരു ഓപ്പൺ ഡോർ, ഒരു ഓപ്പൺ ഡോർ. ദൈവം തുറന്ന വാതിൽ. ഹല്ലേലൂയ. അതാരും അടയ്ക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പവറിനെയാണ് അത് കാണിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പരമ അധികാരത്തെയാ കാണിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പേടിക്കണ്ട. എവറിത്തിങ് ഈസ് അണ്ടർ ഗോഡ്സ് കൺട്രോൾ. സകലതും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവസഭയെ, ദൈവമക്കളെ, കടന്നു വന്നിരിക്കുന്ന ദൈവസഭയെ, നാം കടന്നു പോകുന്ന ഏത് വെല്ലുവിളികളുടെ നടുവിലും, നാം കടന്നു പോകുന്ന ഏത് സാഹചര്യ പ്രതിസന്ധിയുടെ നടുവിലും ദൈവം ഇന്ന് പകൽക്കാലം പറയുകയോ, ഹല്ലേലൂയ, ഞാൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല. Means I have all authority upon all your problems and the challenges that you are facing today. Yes. Amen. Hallelujah. Unspoken ആയി പറയാത്ത എത്ര വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത എത്ര വേദനകൾ നമുക്കുണ്ട്. ആർക്കും സോൾവ് ചെയ്യാൻ കഴിയാത്ത എത്ര പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്കൽ ലൈഫിലും, നമ്മുടെ കൾച്ചറൽ ലൈഫിലും, ഹല്ലേലൂയ, നമ്മുടെ ഈ ദേശത്തും ഫാമിലിയിലും ചർച്ചിലും എത്ര വെല്ലുവിളികൾ നമുക്കുണ്ട്.
ബട്ട് കർത്താവ് നമ്മളോട് പറയുന്നു, ഹല്ലേലൂയ, തിങ്സ് അണ്ടർ കൺട്രോൾ. ഐ ഹാവ് കൺട്രോൾ അപ്പോൺ യുവർ ലൈഫ്. ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നു, നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രശ്നത്തിന്റെ പുറകിലും എനിക്കൊരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു നന്ദി പറയാം. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭയുടെ ലിമിറ്റേഷൻസ് ഒത്തിരിയാ. പക്ഷേ God is appreciating them for their effort and the faithfulness. ഇന്നും ദൈവസഭയെ ദൈവം നോക്കുന്നത് നമ്മുടെ എഫേർട്ടാ, നമ്മുടെ ഫെയ്ത്ത്ഫുൾനെസ്സാ. ശക്തി നമുക്ക് അല്പമേ ഉള്ളായിരിക്കാം, പക്ഷേ ദൈവം നോക്കുന്നത് ആ അല്പശക്തിയിൽ നിന്നുകൊണ്ട്, വെല്ലുവിളിയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം കാക്കുന്നവരാണോ? ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുന്നവരാണോ? ദൈവത്തിൻ്റെ വചനത്തെ ഷെയർ ചെയ്യുന്നവരാണോ? ദൈവത്തിനു വേണ്ടി നാം സ്റ്റാൻഡ് എടുത്ത് വെക്കുന്നവരാണോ? ദൈവത്തിൻ്റെ വചനം നാം പ്രൊക്ലെയിം ചെയ്യുന്നവരാണോ? ദൈവത്തിൻ്റെ കമ്മീഷൻ നാം ഏറ്റെടുക്കുന്നവരാണോ? ഹല്ലേലൂയ. എങ്കിൽ ദൈവം പറയുന്നു, ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്. ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ദ ചർച്ച് ഓഫ് സിറക്യൂസ് ഇന്ന് പകൽ ദൈവസഭയെ ദൈവം പറയുകയാ, നിങ്ങളുടെ എഫേർട്സ് ഞാൻ കാണാതെ പോകുകയില്ല. ഐ acknowledge that. I acknowledge that the effort that you are taking, I mean the faithfulness that you are having, and you are keeping the word, and you are not denied my name, so I am going to open a door. ആ ദൈവത്തിനൊരു നന്ദി കൊടുത്തേ. ഹല്ലേലൂയ. വലിയ വലിയ സഭകളുണ്ട്. എഫെസോസ് സഭ, സ്മുർന്ന, പെർഗമോസ്, തുയതൈര, ലവോദിക്ക, ഈ സഭകളോടൊക്കെ ദൈവം പറയുകയാ, ഞാൻ വാളുമായിട്ടാ വരുന്നേ, ഞാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളായിട്ടാ വരുന്നേ. ഹല്ലേലൂയ. പക്ഷേ ഫിലദൽഫിയ സഭയോട് പറയുന്നു, I am true and holy. ഞാൻ സത്യദൈവമാ. നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നത് ഹല്ലേലൂയ സത്യദൈവമായിട്ടാ. നിങ്ങളോടത്ത് ഞാൻ വരുന്നത് നിങ്ങൾക്കൊരു റിവാർഡ് തരാൻ വേണ്ടിയോ? ഹല്ലേലൂയ. നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നത് നിങ്ങൾക്കൊരു ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയോ? ഇന്ന് പകൽക്കാലം ദൈവസഭയെ വെല്ലുവിളിയുടെ നടുവിലോ ഈ വചനത്തെ കാക്കാനൊന്ന് കഴിയുമോ? ഈ വചനത്തെ കാപ്പുവാനൊന്ന് കഴിയുമോ? ഹല്ലേലൂയ. 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 ദൈവം അവിടെ എഴുതിയിരിക്കുന്നു, ഐ നോ യുവർ ഡീഡ്സ്. പ്രിയ ദൈവമക്കളെ, മനുഷ്യരാരും നമ്മുടെ പ്രവൃത്തി ഒരുപക്ഷെ കണ്ടെന്ന് വരത്തില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് മനുഷ്യരാരും മാർക്കിട്ടെന്ന് വരത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനവും, നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയും, നമ്മൾ കാക്കുന്ന കോംപ്രമൈസ് ഇല്ലാതെ നമ്മൾ കാക്കുന്ന വചനവും, നമ്മൾ ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയും ദൈവം മറന്നു കളയാൻ അവൻ അസത്യമുള്ള ദൈവമല്ല. അതുകൊണ്ടാ ഫിലദൽഫിയ സഭയോട് ദൈവം പറയുന്നു, ഞാൻ ട്രൂ ഗോഡാണ്, ഞാൻ ട്രൂ ഗോഡാണ്, ഞാൻ സത്യദൈവമാണ്, ഞാൻ സത്യദൈവമാണ്, ഞാൻ സത്യദൈവമാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഡോർ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. സിറാക്യൂസ് പെന്റിക്കോസ്റ്റൽ ചർച്ച് ഇന്ന് പകലിൽ ദൈവം പറയുന്നു, ഐ നോ യുവർ ഡീഡ്സ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തി കാണുകയോ? ദൈവം നിങ്ങളുടെ പ്രവൃത്തി അറിയുകയോ?
Even though you have little strength, even though with the limited strength you have, even though cultural spirit, cultural challenges that you may face, even though the challenges in your faith that you may face, even though the pressure that you're put on with, the Spirit of the Lord is telling you this morning, dear church, God is acknowledging all your efforts in Christ, and He knows your deeds, and He is going to reward your faithfulness this morning. You are going to see an open door set before thee. വിശ്വസിച്ച് ആ ദൈവത്തിനൊന്ന് ആമേൻ പറയാമോ? ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. Yes. When God opened a door in front of them for the church of Philadelphia, it was the greater opportunity that they've experienced in their life. ആ പരീക്ഷാകാലം വന്നപ്പോൾ അവർക്ക് ആ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടു വന്നു. അവരുടെ സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനമാ അവർ കാത്തത്. അവർ കാത്ത ഈ വചനം സഹിഷ്ണുതയെക്കുറിച്ചുള്ള വചനമാ. പ്രിയ ദൈവമക്കളെ, ചലഞ്ച് കടന്നു വരുമ്പോൾ സഹിഷ്ണുതയോടെ ഈ വചനത്തിൽ വെള്ളം ചേർക്കാതെ, കോംപ്രമൈസ് ചെയ്യാതെ, ഇഫ് യു കീപ് ദ വേർഡ്, ഈ വചനം നീ സൂക്ഷിച്ചാൽ, പ്രിയ സിറാക്യൂസ് സഭയോട് ദൈവം പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി വലിയൊരു ഓപ്പർച്യൂണിറ്റീസ്, വലിയൊരു ഓപ്പൺ ഡോർ ഞാൻ സെറ്റ് ചെയ്യുകയാണ്. ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഈ സഭയുടെ അതിര് വിസ്താരമാക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. വിശ്വസിക്കുക, അതിനുവേണ്ടി ഞാനൊരു ഡോർ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോകുന്നു. വിശ്വസിച്ചെന്ന് ആമേൻ പറ. ഹല്ലേലൂയ. റിസീവ് ചെയ്ത് ആമേൻ പറ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പൺ ഡോർ, ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി, ദൈവ പ്രവർത്തിക്ക് വേണ്ടി, നിങ്ങളുടെ വെല്ലുവിളിയുടെ നടുവിൽ നിങ്ങൾ എടുത്ത എഫേർട്സിനെ ഞാൻ മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഡോർ തുറന്നു വയ്ക്കുകയോ. പ്രിയ ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന സൂം പ്ലാറ്റ്ഫോമിലുള്ള പ്രിയ ദൈവജനമേ, കുടുംബത്തിൽ വെല്ലുവിളികളുടെ കടന്നു പോകുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ദൈവാത്മാവ് നിങ്ങളെ നോക്കി ഒരു ദൂത് പറയാ. The challenges that you are having in your family, the challenges that you are facing in your workplace, the challenges that you are having in your college or the school, the Spirit of the Lord is telling you, keep His word, do not compromise your faith. God will open new door for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആരും അടയ്ക്കുവാൻ കഴിയാതെ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, ആർക്കും തകർക്കുവാൻ കഴിയാത്ത, ആർക്കും തരുവാൻ കഴിയാത്ത, ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത, ആർക്കും എടുത്തുകൊണ്ടുപോകാൻ കഴിയാത്ത, ആർക്കും മടക്കി തരാൻ കഴിയാത്ത, ആർക്കും ഹല്ലേലൂയ മോഷ്ടിക്കാൻ കഴിയാത്ത ഒരു പുത്തൻ വാതിൽ നിങ്ങളുടെ ജീവിതത്തിലും എന്ന പകൽക്കാലം ദൈവം തുറന്നു വെച്ചിരിക്കുന്നെന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുകയാ. നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, let there be a great troubles and struggles that you have been going through. Keep His word and believe in His promises and have faith in Him. Trust God and His promises. The Spirit of the Lord is telling you all this morning, He is going to open the door for you where no spirit can shut, no man can shut, no rules can shut, not power can shut, no ralakatas and no leaders can shut, not even your family can shut. Oh dear children of God, the Spirit of the Lord is encouraging you this morning. Have faith in God, trust Him completely, and rely on His promises. Believe that He is the God. Oh Shammah is a true God.
ഹുറബബബസിയ. മക്കളുടെ വേദനയോ, ഭർത്താവിനെ കുറിച്ചുള്ള വേദനയോ, പഠനത്തിൻ്റെ തകർച്ചകളോ, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകളോ, അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതകളോ, മുന്നേറാൻ കഴിയാത്ത വെല്ലുവിളികളോ, അന്യായ ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുന്ന അനുഭവങ്ങളോ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ഉയർച്ച കാണാൻ കഴിയാത്ത പ്രതിസന്ധികളോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? Tell it to God. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുക, ഇന്നലെ വരെ പറഞ്ഞത് വിട്, ഇന്ന് രാവിലെ ഒന്നുകൂടെ ഒന്ന് പറ. എങ്ങനെ പറയണമെന്നറിയാമോ? കർത്താവേ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ഹാർഡ്ഷിപ്സ് ഉണ്ട്. പക്ഷേ പൂർണ്ണാധികാരമുള്ള, പൂർണ്ണാധിപത്യമുള്ള, പൂർണ്ണ ശക്തിയുള്ള, പൂർണ്ണജ്ഞാനസ്ഥനായ ദൈവത്തിൽ ഞാൻ എന്നെ സമ്പൂർണമായി തരികയാണ്. നിങ്ങളുടെ ഹൃദയം ഒന്ന് തകരട്ടെ. നിങ്ങളുടെ ഹൃദയം എന്ന പകൽക്കാലം ഒന്ന് തകർക്കാൻ കഴിയുമോ? ഹന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവളുടെ ഹൃദയം പകർന്നപ്പോൾ അവളുടെ വാക്കുകൾ പുറത്തു വന്നില്ല. വാക്കുകൾക്ക് അതീതമായ ഒരു വേദന അവളുടെ വാക്കുകളെ കടിച്ചമർത്തി. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ഈ സ്ഥാനം പോലും മറന്നു പോകുകയാണ്. അതുപോലെ എന്നെ കവരുന്ന ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവ സമാധാനം, ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് എന്നെ അല്ലെങ്കിൽ കവർ ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. ഈ ആത്മസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറ, ഓ സോവറിയൻ ലോർഡ്, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കൊന്നറിയാം, നീ സർവ്വാധികാരമുള്ളവനാ, നീ സർവശക്തിയുള്ളവനാ, നീ സർവാധിപത്യമുള്ളവനാ, നീ സർവവ്യാപിയാ, നീ വലിയ ദൈവമാ, നീ സത്യദൈവമാ. ഹല്ലേലൂയ. നീ എൻ്റെ പ്രശ്നത്തിനും മീതെയുള്ള ദൈവമാ, നീ വീരനാം ദൈവമാ, നീ സൗഖ്യദായകനാ, നീ മഹാദൈവമാ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ, എൻ്റെ ഈ പ്രശ്നത്തിലൊന്ന് സഹായിപ്പാൻ, എൻ്റെ ഈ തലമുറയുടെ വിഷയത്തിലൊന്ന് ഇടപെടാൻ, എൻ്റെ ഈ സാമ്പത്തിക വിഷയത്തിലൊന്ന് ഇടപെടാൻ, എൻ്റെ ഈ സഭയുടെ വിഷയത്തിലൊന്ന് ഇടപെടാൻ, എൻ്റെ ഈ ജോലിയുടെ വിഷയത്തിലൊന്ന് ഇടപെടാൻ ഇന്ന് പകൽക്കാലം ഒന്ന് ഇറങ്ങി വരാമോ? ലോർഡ്, ഞാനൊരു തുറക്കപ്പെട്ട പുസ്തകമാ, ഞാനൊരു ഒഴിഞ്ഞ പാത്രമാ, ഞാനൊരു അസ്ഥിക്കഷണമാ. നിങ്ങൾ എത്ര പേർ ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്നുണ്ട്? ഇന്ന് പകലിൽ ദൈവം നിങ്ങളുടെ പ്രശ്നത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവം നിങ്ങളുടെ പടകിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവം നിങ്ങളുടെ പെട്ടകത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ ഈ ദൈവസഭയിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ തലമുറയിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. Tell God all that you're facing. The God is assuring you. The God is comforting you. The God is giving you the promise today. This morning, I am the Lord who has opened the door in front of you. The door which can heal you. The door which can complete you. The door which can perfect you. The door which can break your limited strength. The door which can extend your territories. The door which can fulfill all your promises. Can you all submit
in His presence completely with the whole heart. Let us all close your eyes. നിങ്ങളുടെ പുറമെയുള്ള കണ്ണൊന്ന് അടയ്ക്കാമോ? The inner sight shall open this morning. നിങ്ങളുടെ അകത്തെ കണ്ണൊന്ന് തുറക്കാമോ? Can you see Jesus standing in front of you? അകത്തെ കണ്ണിലൂടെ യേശുവിനെ ഒന്ന് കാണാമോ? ആ മാർവോടൊന്ന് അണയാമോ? ആ നെഞ്ചിലേക്ക് ഒന്ന് ചായാമോ? അപ്പച്ചനൊന്ന് കെട്ടിപ്പിടിക്കാമോ? ദൈവത്തോടൊന്ന് പറയാമോ? ദൈവമേ, I am nothing. തകർക്കപ്പെട്ട ഹൃദയത്തെ ദൈവം നിരസിക്കത്തില്ല. മുറിവേറ്റ മനസ്സിനോട് ദൈവം നോ പറയത്തില്ല. മൗനമായി, അൺസ്പോക്കണായി, ഗിവിംഗ് യു 2 minutes, പൂർണ്ണമായി ആ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാമോ? I invite Joshua. Please come forward. Sing the song, Have Thine Own Way, Lord. ഇപ്പോൾ ജോഷുവ മുന്നോട്ട് വരും. ഈ പാട്ടിൻ്റെ ഈരടികൾ പാടുമ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ dear Joshua is going to sing, not just him, all of us are going to sing with him. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ. Yes, he is going to sing the song. All of us are going to sing the song with him and dedicating completely in his presence and tell God that ഞാനൊരു മൺപാത്രമാ, പക്ഷെ നീ കുശവനാ. Shake me out, Lord Jesus, according to the will of God. God is going to shape you out to do the will of God. Being in the city, being in the family where you are, being in the pressures and the challenges and the problem where you go. Tell God, Lord Jesus, ഞാൻ ഒരു മൺപാത്രമാ. എന്നെ ഇന്ന് പകൽക്കാലം അങ്ങ് ഇഷ്ടമുള്ള പാത്രമായി പണിയണം. To fulfill the commission, the task, the will of God to be completed in my life. When all of you dedicate in His presence, He is going to lead the songs. We are going to sing and completely dedicate. God is telling you this morning, I am true God and I will fulfill all the promises in your life because I am the true God. Let us all dedicate and sing along. God bless you all. Maranatha. Have thine own way.